ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫുൾ ബ്ലൗസ് മയം തീർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതുമായിട്ടാണല്ലോ. ഇന്ന് നമ്മുടെ ഫുള്ള് ബ്ലൗസുകൾ, നോർമൽ കട്ടും പ്രിൻസസ് കട്ടുമായിട്ടൊക്കെയുള്ള ബ്ലൗസുകളുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ബാക്ക് ഓപ്പണാണ്. ഫ്രണ്ട് ബോട്ട് നെക്കും ബാക്ക് വി നെക്കുമായിട്ട് വരുന്ന ഒരു കട്ടിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ബാക്കിൽ ഒരു ചെറിയ ബോയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ചെറിയൊരു മോഡലായിട്ടുള്ളൊരു ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ളൊരു ബ്ലൗസായിരുന്നു. ഞാൻ കൂടുതലായിട്ടും പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുമ്പോൾ നമ്മൾ കവറിഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ ലൈനിങ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്കൊരു കംഫർട്ടബിൾ തോന്നുന്നത്. സ്റ്റിച്ച് ചെയ്ത ഒരു ഫിനിഷിങ്ങിനോടും ആ ഒരു വർക്കിനോടും കൂടുതൽ ആത്മാർത്ഥതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരു കസ്റ്റമറിൻ്റെയും എൻ്റെ അമ്മയുടെയും ഒക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് അതാത് സെഷനായിട്ട് മാറ്റി മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ ആകെ പണി കിട്ടുമല്ലോ. എല്ലാം കട്ട് ചെയ്ത് ഓരോ സെഷനായിട്ട് ഞാൻ മാറ്റി മാറ്റി വെക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ടൊരു ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇതാണ് സാരി. ആ ബ്ലൗസിൻ്റെ മെറ്റീരിയലിൻ്റെ കൂടെ സാരിയുടെ ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതേ കളറിലെ ത്രെഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ. ഒരു ഹാഷ് കളറാണ്. അതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെറ്റീരിയലിനകത്ത് പാറ്റേൺ വരച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളല്ലോ. അതിനുവേണ്ടി പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി ഞാൻ ലൈനിങ് ഇട്ട് പാറ്റേൺ സെറ്റ് ചെയ്യുകയാണ്. ഓരോ വർക്ക് വരുമ്പോഴും ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റഡാണ്. കാരണം ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മേഖല. അതുമാത്രമല്ല, ഓരോ വർക്കും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് എങ്ങനെ ആയിരിക്കും എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ. അതിലുപരി കസ്റ്റമർ വന്നിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റുകയുള്ളല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത്. കാരണം ഇത്രയും നാളായിട്ട് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു മേഖലയായിരുന്നു ഈ ഒരു സ്റ്റിച്ചിങ് മേഖല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്നത്. പക്ഷേ കിട്ടിയ സമയം ഞാനിപ്പോൾ വളരെ വളരെ കൂടുതലായിട്ട് ആത്മാർത്ഥതയോടെ ഈ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നഷ്ടപ്പെട്ട സമയങ്ങളെ ഓർത്ത് വിഷമിക്കാറുമുണ്ട്. കാരണം അത്രയും ടൈം എനിക്ക് വേസ്റ്റായി പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അങ്ങനെ നമ്മൾ പാറ്റേണൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. തയ്യർത്തുമ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആകെപ്പാടെ തെറ്റിപ്പോകുമല്ലോ. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കും ഫ്രണ്ടും എല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടിങ്ങും പാറ്റേൺ വരപ്പും എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് ചെയ്യുന്നു. ഇനി എല്ലാം പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. നമ്മുടെ എല്ലാ ലൈഫിലും നമ്മളെല്ലാം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മേഖല കാണും. അല്ലെങ്കിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം കാണും അല്ലേ. കൂടുതലായിട്ട് നമ്മൾ എന്തിനെ ആഗ്രഹിച്ചാലും ദൈവം തന്നെ നമുക്ക് അതിനായിട്ടൊരു അവസരം ഇട്ട് തരും. അത് നമ്മൾ അപ്പോൾ നന്നായി ഉപയോഗപ്പെടുത്തുക. കാരണം എനിക്ക് +2 കഴിഞ്ഞപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന്. അപ്പോഴൊന്നും എനിക്ക് അതിന് പെട്ടെന്ന് പറ്റിയില്ല. കാരണം വീട്ടുകാർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു ആ ഒരു ടൈമിങ്ങിൽ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡായിരുന്നു ഇഷ്ടം. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് അതിനൊന്നും പറ്റാതെ ഡിഗ്രിക്ക് പോയി ചേർന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മാരേജ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരിക്കലും ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നത് ഞാനങ്ങനെ പ്രതീക്ഷിച്ചതല്ല. വെറുതെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഓൾട്രേഷൻ അങ്ങനെയുള്ളതൊക്കെ മാത്രമേ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ. പണ്ട് തൊട്ടേ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉത്സാഹത്തോടെ വളരെ എനർജി കൊണ്ട് ഞാൻ ചെയ്ത് തീർക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്കും പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയാം. നമ്മൾ എന്തിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്തിനെ കൂടുതൽ ആഗ്രഹിക്കുന്നു അത് തന്നെ നമ്മുടെ ലൈഫിൽ വന്ന് ചേരും. പിന്നെ ഒരു കാര്യം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്താൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തീർത്തൊരു ഉറപ്പുണ്ട്.
ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞു. പക്ഷേ ആൾക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അന്നേരം ഓരോ വർക്കും ആളുടെ കയ്യിൽ, ആൾ വേറൊരു ബ്യൂട്ടിക്ക് നിൽക്കുകയാണ്. ഓരോ വർക്കും ഒരാളുടെ കയ്യിൽ വന്ന് കിട്ടുമ്പോൾ ആൾ പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. എന്തായാലും ലാസ്റ്റ് ഞാൻ ആളോട് പറഞ്ഞ്, നീ തന്നെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി ശ്രമിക്കാതെ വീണ്ടും വീണ്ടും പിന്നെ ആവട്ടെ എല്ലാം ശരിയായി, എല്ലാം നമ്മുടെ കയ്യിലായിട്ട് നമുക്ക് നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് സാധിക്കില്ല. നമ്മൾ മാക്സിമം അതിനു വേണ്ടി പരിശ്രമിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മളത് തുടങ്ങുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സാധാരണ ഫാമിലി വെച്ച് നോക്കുമ്പോൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ എല്ലാം കയ്യിൽ ഓക്കെ ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു വർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി നമുക്കത് ഫിനിഷ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ എങ്ങനെ ബഡ്ജറ്റ് ഓക്കെ ആവുന്നു അതനുസരിച്ച് നമ്മൾ കുറേശ്ശെ അതിനുവേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ആൾക്ക് ഓക്കെ കൊടുത്തു, ആളും അങ്ങനെ പറഞ്ഞു, നല്ല ആത്മധൈര്യം കൊടുത്തു, നീ ചെയ്യ്, ബാക്കിയെല്ലാം ഓക്കെ ആവും, നീ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായാലും ആൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ ഇപ്പം പറയാൻ വളരെ സന്തോഷത്തോടെ, കാരണം നല്ല രീതിയിൽ ആളുടെ വർക്ക് മുന്നോട്ട് പോകുന്നു. ആളും ഭയങ്കര സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് ഭയങ്കര സന്തോഷം പങ്കുവച്ചു. കാരണം നമ്മുടെ ലൈഫിൽ ഏതായാലും നമ്മളെല്ലാം ഓക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും സമയം കിട്ടി ലാസ്റ്റ് നമ്മുടെ ആഗ്രഹത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്കൊപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്കും കൂടി നമ്മൾ വില കൊടുത്ത് അതിനുവേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം ഓക്കെ ആയി വരും. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ സമയം വേസ്റ്റാവും, പിന്നെ എല്ലാം കൊണ്ടും പണിയാവും. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞാനും ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരിക്കലും ഇനി ഒരു ഫീൽഡിലോട്ട് എത്താൻ പറ്റില്ല, എങ്ങനെ പറ്റും എന്ന് എല്ലാം ഒത്തിരി ചിന്തിച്ചു. പക്ഷേ ഇപ്പം വളരെ സന്തോഷത്തിലാണ്. ആ ഒരു ഫീൽഡിലെത്താൻ പറ്റി. അതുമാത്രമല്ല, നമ്മൾ ഓരോ വർക്കും ചെയ്ത് ലാസ്റ്റ് കസ്റ്റമർ വന്ന് കാണുമ്പോൾ അവരുടെ സന്തോഷം, അവരുടെ അഭിപ്രായങ്ങൾ, എന്നിട്ട് വീണ്ടും നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ തരും, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഏത് അഭിപ്രായം പറഞ്ഞാലും ഞാൻ സ്വീകരിക്കും, അത് കേൾക്കും. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഏറ്റെടുത്താൽ മതിയല്ലോ, വേണ്ടാത്തത് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എന്നോട് എന്ത് അഭിപ്രായം പറഞ്ഞാലും ഞാനത് കേൾക്കാൻ ഒരു മനസ്സ് കാണിക്കും. അതുകൊണ്ട് എന്നോട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാറുണ്ട്, നല്ലതൊക്കെ സ്വീകരിക്കാറുണ്ട്, ചെയ്യേണ്ട മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പം വളരെ സന്തോഷമായിട്ട് എൻ്റെ ഹൃദയത്തിനൊത്ത് ആഗ്രഹത്തിനൊത്ത് വേണം ഓരോ വർക്കുകളും വരുന്നു, ചെയ്യുന്നു. ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം മെയിൻ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് നല്ല പണി കിട്ടി. അന്ന് കിട്ടിയ ഒരു പണിയാണ് ഇതുവരെ മാറിയിട്ടില്ല. ഒന്ന് മാറി വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ആ പനി തന്നെ അങ്ങ് കൂടുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ 2 ദിവസം വർക്ക് ചെയ്താൽ അടുത്ത ദിവസം വീണ്ടും ഞാൻ കിടപ്പിലാകും. അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസാണ്. എന്തായാലും വീണ്ടും ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബോഡിയും കൂടെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. പിന്നെ പെട്ടെന്ന് വർക്കുകൾ ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആഗ്രഹങ്ങളുണ്ട്, ശരീരം അതിനൊത്തായി വരുന്നില്ല. കാരണം ഇതിനൊക്കെ നല്ല പണിയുള്ളതാണ്. അവരുടെ കറക്റ്റ് സമയത്തൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ. ചില സമയത്തൊക്കെ ഞാൻ നൈറ്റ് ഇരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു ബ്ലൗസ് നമ്മൾ ചെയ്ത് കറക്റ്റ് ഫിനിഷിംഗ് ലുക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഒരു ഫൈനൽ ലുക്ക്. ബാക്കിലായിട്ട് നമ്മളിങ്ങനൊരു ബോ ചെയ്തിട്ടുണ്ട്. ബാക്ക് വീനക്കാണ്, ബാക്ക് ഓപ്പൺ ആണ്, എൽബോ സ്ലീവാണ്, പഫ് വെച്ചിട്ടില്ല. ഫ്രണ്ട് നമ്മളൊരു ബോട്ടിനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ വന്ന് ഇട്ടു, ഓൾട്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സാരി ഇതാണ്. സാരിയുടെ മുന്താണിയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ചെറിയൊരു ഇതാണ് ബോഡിയിൽ വരുന്ന വർക്ക്. സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് അതിനകത്ത് ചെറിയ സർക്കിളായിട്ടുള്ള ബ്രൗൺ കളറിൻ്റെ പ്രിൻ്റാണ്. പിന്നെ അതിൻ്റെ മുന്താണി ഇങ്ങനെയാണ്. അതിൽ തന്നെ ഇതുപോലെ ഒരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസും ഇതുമായിട്ട് നല്ല കോംബോയാണ്, വളരെ ഭംഗിയുണ്ട് കാണാൻ.
പിന്നെ നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്തതായിരുന്നു ഒരു പോളിക്കോട്ടൺ മെറ്റീരിയലായിരുന്നു. അതിൻ്റെ ഒന്നും സ്റ്റിച്ചിങ് വീഡിയോ എടുത്തില്ല. കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് വെറുപ്പിക്കണ്ട എന്ന് കരുതി അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തില്ല. സ്റ്റിച്ചിങ്ങും ഹെമ്മിങ്ങും എല്ലാം കഴിഞ്ഞു. ഇതും നമ്മൾ ഫ്രണ്ട് ഓപ്പണാണ് ചെയ്യുന്നത്. നോർമൽ കട്ട് ബ്ലൗസാണ്. ഫ്രണ്ട് നമ്മളൊരു യൂനെക്കാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് നമ്മളൊരു പെന്നെക്കാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിരുന്നു. കസ്റ്റമർ ഇട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിരുന്നു. സ്ലീവിന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് ലെങ്ത് കൂടിപ്പോയി. ആ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. 1/4 ഇഞ്ചില്ല, ചെറുതായിട്ടൊന്ന് കൂടി, അത്രയേ ഉള്ളായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ക്ലിയർ ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു ബ്ലൗസ്. ഇത് ഫ്രണ്ടും ബാക്കും എല്ലാം യൂനെക്ക് തന്നെയാണ്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഭയങ്കര ബാലൻസ് ആവില്ല. കാരണം ക്യാമറയെ നോക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ബീഡ്സിൽ നീഡിൽ കൊണ്ടു കഴിഞ്ഞാൽ ആകെപ്പണിയാവും. അതുകൊണ്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിൽ ചെയ്ത വർക്കല്ലേ. നമ്മുടെ ഇടയ്ക്ക് ഞാനൊരു ആൻറ്റി അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ അവരുടെ ഷോപ്പിലിരുന്ന് ചെയ്തതാണ്. അതിന് ജസ്റ്റ് എനിക്കൊരു സമയം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ അങ്ങ് എടുത്തതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതായിരുന്നു. ഇത് പ്രിൻസസ് കട്ട് തന്നെയാണ്. ബാക്കും ഫ്രണ്ടും വീനെക്കാട്ടാണ് ചെയ്തത്. ബാക്ക് ഓപ്പണാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആയിരുന്നു. കസ്റ്റമറിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കി വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ്. കാരണം ഞാനും അവളും ഒരുമിച്ച് +1 +2 ഒക്കെ പഠിച്ചതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവളെപ്പോഴും മെറ്റീരിയലൊക്കെ എടുക്കും. ആരുടെ കൈ സ്റ്റിച്ച് ചെയ്യണം, എവിടെ കൊടുക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എവിടെ കൊടുത്തിട്ടും ആർക്കും ഓക്കെ ആവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇപ്പോൾ എല്ലാ മെറ്റീരിയലും ഇവിടെയാണ്. എല്ലാം കൊണ്ട് ഇവിടെ തന്നിട്ട് എന്നെ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. ആളും ഭയങ്കര ഓക്കെയാണ്. എപ്പോഴും ആളുടെ ഒരു മെറ്റീരിയൽ ഇവിടെ കാണും. ഒന്ന് ടോപ്പ് തയ്ക്കാനോ ബ്ലൗസ് തയ്ക്കാനോ ചുരിദാർ തയ്ക്കാനോ എന്തെങ്കിലും ഒരെണ്ണം കാണും. കാരണം എന്നോട് പറഞ്ഞ് ഒത്തിരി മെറ്റീരിയൽ എടുപ്പുണ്ട്, എല്ലാം കുറച്ച് തയ്ച്ചെടുക്കണം. കാരണം ഓരോന്ന് കാണുമ്പോൾ ആഗ്രഹത്തിന് അങ്ങ് എടുക്കും. എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അറിഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ. രണ്ടും റണ്ണിങ് മെറ്റീരിയലായിരുന്നു. ഇത് രണ്ടും അത്യാവശ്യം വലിയ സൈസ് 3XL 4XL സൈസിൽ വരുന്ന ഒരു ബ്ലൗസായിരുന്നു രണ്ടും. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പാട്ട് പാടിത്തരുവാണ് ഒരാളെ.
സൂപ്പറാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ വിജയം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.